കർണാടക അങ്കോലയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള രണ്ടാം ഘട്ട റഡാർ പരിശോധനയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുകയാണ്. നമുക്ക് ട്രക്കുണ്ടെന്ന് കരുതുന്ന മണ്ണിനടിയിലെ ഭാഗം അതേതാണെന്ന് ഏറെക്കുറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അർജുന്റെ ട്രക്ക് മണ്ണിനടിയിലുണ്ടാകാൻ 60% സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അവിടെ മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് കാലാവസ്ഥ വില്ലനാകുന്നത്. വീണ്ടും അവിടെ മഴയുടെ സാന്നിധ്യം പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഷിരൂരിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് AK അഭിലാഷാണ്. AK അഭിലാഷ്, ഇപ്പോൾ അവിടെ തെരച്ചിൽ തുടരുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ വിവരങ്ങൾ? പ്രതീക്ഷാ നിർഭരമായ നിമിഷങ്ങളുടെയും ആശാവഹമായ ചില റിപ്പോർട്ടുകളുടെയും ഒരു തെളിച്ചത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്ന് വേണം പറയാൻ. കാരണം അർജുൻ്റെ സാന്നിധ്യം, അർജുൻ സഞ്ചരിച്ച ട്രക്കിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കരുതുന്ന 70% സാന്നിധ്യമുണ്ട് എന്ന് കരുതുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത്തരത്തിലൊരു പരിശോധനാ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് റഡാർ പരിശോധനയിൽ രണ്ടാം ഘട്ട റഡാർ പരിശോധനയിലാണ് നേരത്തെ കണ്ടെത്തിയെന്ന് സംശയിച്ചിരുന്ന ആ സ്ഥലത്തിൽ നിന്നും ഏതാണ്ട് കുറച്ചുകൂടി ഉള്ളിലായി, ഏതാണ്ട് 10 അടിയോളം ഉള്ളിലായി ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങളുണ്ട് എന്ന് സംശയിക്കുന്നത്. നേരത്തെ തന്നെ ഈ റഡാറിന് ചില പരിമിതികളുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ മണ്ണിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം ഇത് എത്രത്തോളം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പരിഗണിക്കുമ്പോൾ ഈ 70% സാധ്യത എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്. ആ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് അത് നൽകുകയും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 15 അടിയോളം ഉൾവശത്തായി, ഈ റോഡിൽ നിന്ന് ഇപ്പോൾ മണ്ണ് നീക്കിയ ഭാഗത്തു നിന്നും ഏതാണ്ട് 15 അടിയോളം ഉൾഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ വാഹനം കിടക്കുന്നത്. ആ വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ 12 അടിയോളം ഉയരത്തിലുള്ള മണ്ണ് ഇറക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 15-30 അടിയോളം വീതിയിലുള്ള മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. രാത്രിയാവാനുള്ള സമയമായിരിക്കുന്നു. ഏതാണ്ട് 7:30 മണി വരെ ഇവിടെ പകൽ വെളിച്ചമുണ്ടാവുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത 1 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ നിർണായകമായ സമയമാണ്. ഈ 1 മണിക്കൂറിനുള്ളിൽ അർജുൻ സഞ്ചരിച്ച ആ ട്രക്കിനടുത്തേക്ക് JCBക്ക് മണ്ണ് മാന്തി എത്താൻ കഴിഞ്ഞാൽ നമ്മൾ കാത്തിരുന്ന ആ വാർത്ത, കണ്ടെത്തിയ മേഖലയിലെ മണ്ണ് നീക്കുക, ആ മണ്ണ് നീക്കി മലയുടെ ഏത് ചെരുവിലാണ് ആ ട്രക്ക് ഇപ്പോൾ നിൽക്കുന്നത് എന്നത് കണ്ടെത്തുക, ആ ശ്രമകരമായ ദൗത്യം. ഈ മൺകൂമ്പാരം, ചെളി കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് 70% സാധ്യതയുണ്ട് അർജുന്റെ ട്രക്ക് ഉണ്ടാകാൻ, ലോറി ഉണ്ടാകാൻ എന്നത് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഈ സമയത്ത് ആ മണ്ണു നീക്കി മാറ്റി അർജുനെ അവിടെ നിന്ന് പുറത്തെടുക്കുമ്പോൾ അടിയന്തരമായി നൽകേണ്ട ഓക്സിജൻ സൗകര്യങ്ങൾ, അടിയന്തരമായി നൽകേണ്ട വൈദ്യസഹായം, അതിനായി എന്ത് സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? ആ രീതിയിലുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങൾ, ഒരു ആംബുലൻസ് അല്ലെങ്കിൽ കൃത്യമായി ഡോക്ടർമാരുടെ ഒരു സംഘം, ഓക്സിജൻ നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ അവിടെ കാലാവസ്ഥ പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ എയർലിഫ്റ്റ് ചെയ്യേണ്ടി വരും അർജുന്റെ ആരോഗ്യനില മോശമാണെങ്കിൽ. അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ടോ അഭിലാഷ്? തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെ വൈദ്യസഹായം ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും, ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. വൈദ്യസംഘം കൂട്ടത്തിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അർജുനെ കണ്ടെത്തുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടുന്ന വൈദ്യസഹായം ഉടൻ തന്നെ നൽകാനുള്ള സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് മാർഗമായിരിക്കും കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കുക. പ്രത്യേകിച്ച് എയർ ആംബുലൻസോ അത്തരം സംവിധാനങ്ങൾ ഒരുക്കിയതായി നമുക്ക് അറിയില്ല. ഏതായാലും ആ ഘട്ടത്തിൽ കടക്കുന്നു എന്നുള്ളത് പോലും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വൈദ്യസഹായം ഒരുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തുടക്കം മുതൽ, അതായത് ഇന്നലെ മുതൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അർജുനൻ്റെ അടുത്തേക്ക് വാഹനം ഈ ഹിറ്റാച്ചിക്ക് മണ്ണ് മാന്തി എത്താൻ ഇന്ന് രാത്രിയോടെ കൂടി കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും സജ്ജമാണ്. കാരണം മാധ്യമങ്ങൾ ചെലുത്തിയിരിക്കുന്ന വലിയൊരു സമ്മർദ്ദമുണ്ട് ഈ ദൗത്യ സംഘത്തിന് മുന്നിൽ. അതോടൊപ്പം തന്നെ സ്ഥലത്ത് ലൈറ്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതായത് പകരം വെളിച്ചം വേണമല്ലോ. ഇപ്പോൾ ഈ പകൽ വെളിച്ചം, അഭിലാഷ് അവിടെ നിൽക്കുന്ന ഇടത്ത് കുറച്ചുകൂടി വൈകിയായിരിക്കും സൂര്യൻ അസ്തമിക്കുകയും വെളിച്ചം പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക. അതായത് ഒരു 7 മണിക്ക് ശേഷം വരെയൊക്കെ ഈ പകൽ വെളിച്ചത്തിന്റെ ആനുകൂല്യം കിട്ടും. പകരം ലൈറ്റുകൾ കൊണ്ടുവരിക, അവിടെ ബദൽ സംവിധാനങ്ങൾ ഒരുക്കുക, തെരച്ചിൽ രാത്രിയിലും തുടരുക. ഇന്നലെ രാത്രി ആയപ്പോഴേക്കും എല്ലാവരും പെട്ടിമടക്കി വീട്ടിൽ പോയതാണ്. ഇന്ന് രാവിലെ എപ്പോഴാണ് വന്നതെന്ന് നമ്മൾ കണ്ടു. ഇന്ന് രാത്രി കൂടി ആ ഒരു അനാസ്ഥ അനുവദിക്കാൻ കഴിയില്ലല്ലോ അഭിലാഷ്. തീർച്ചയായിട്ടും ഇന്നലെ പ്രതികൂല കാലാവസ്ഥയുടെ പേര് പറഞ്ഞാണ് ഇന്നലെ 8 മണിയോടെ 8:30 തന്നെ ഈ ദൗത്യം അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. പക്ഷേ ഇന്ന് ആ രീതിയിൽ പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇന്നലെ അത്തരത്തിലൊരു പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നേരിയ മഴയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇന്ന് കുന്നിടിഞ്ഞു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നേരത്തെ ഇളകിക്കിടക്കുന്ന മണ്ണൊക്കെ ഇപ്പോൾ തന്നെ ഇടിച്ച് താഴോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 12, 13, 14 അടി ഉയരത്തിൽ മാത്രമാണ് മണ്ണുള്ളത്. ആ മണ്ണ് നീക്കം ചെയ്ത് ഇത്തരത്തിലുള്ള സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ എത്തി
അത് സ്ഥിരീകരിക്കുന്നവരെ ദൗത്യം തുടർന്നേ പറ്റൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്രയേറെ സമ്മർദ്ദം ജില്ലാ ഭരണകൂടത്തിൻ്റെ മുകളിലും അതോടൊപ്പം തന്നെ ദൗത്യ സംഘത്തിൻ്റെ മുകളിലുമുണ്ട്. NDRF ഇന്ന് രാവിലെ മുതൽ പറയുന്നുണ്ട്, ഞങ്ങൾ തനിച്ചായിപ്പോയി ഇന്നലെ രാത്രി, അതുകൊണ്ട് ഇന്ന് ഏറെ വൈകി ഞങ്ങൾക്ക് ഇത് നടത്താൻ കഴിയില്ല, ദൗത്യം നമുക്ക് വാഗ്ദാനങ്ങളല്ല കേൾക്കേണ്ടത്, ഒരുപാട് വാക്കുകൾ, വാചക കസർത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇടപെടുന്നു, വിളിക്കുന്നു, വരുന്നു, പോകുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? 5-ാം നാൾ രാത്രിയാകുമ്പോഴും അർജുനും ട്രക്കും മണ്ണിനടിയിലാണ്. ആ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കാത്ത അധികൃതരോട് നമ്മളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ അർജുനെ കണ്ടെത്തുകയാണെങ്കിൽ, അഭിലാഷ് പറഞ്ഞല്ലോ, അവിടെ നിന്ന് പുറത്തെടുത്ത് തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കാൻ എത്ര കിലോമീറ്ററാണ് താണ്ടേണ്ടത്? അങ്ങനെയുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ അവിടെ? ഇവിടെ തൊട്ടടുത്തുള്ള ആശുപത്രിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് 20-25 കിലോമീറ്റർ ചുറ്റളവിൽ ആശുപത്രി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടെ ഏതായാലും വൈദ്യസംഘം തയ്യാറാണ്. പ്രാഥമിക ചികിത്സ നൽകാനും ശുശ്രൂഷ നൽകാനുമുള്ള വൈദ്യസംഘം ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അത് രാവിലെ മുതൽ തന്നെ ആംബുലൻസ് ഇവിടെ വരികയും ചെയ്തിരുന്നു. മന്ത്രി അടക്കം വരുന്ന സാഹചര്യത്തിൽ അതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നതാനും. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അർജുൻ്റെ അടുത്തേക്ക് ഏത് വിധേന എത്താൻ കഴിയും. അതായത് ഈ സമയം, ഈ നിർണായകമായ ഒരു സമയമാണ് 1 മണിക്കൂർ എന്ന് പറയുന്നത്. മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പകൽ വെളിച്ചമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി സമയത്ത് വൈദ്യുത വിളക്കുകൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യം, ഇന്നലെയും വൈദ്യുത വിളക്കുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ സ്ഥാപിക്കുകയും ചെയ്തു.